മോർണിംഗ് ഫ്രണ്ട്സ്. MSG-യുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. കാർഷിക രാജ്യമായാണ് ഇന്ത്യ പൊതുവെ അറിയപ്പെടുന്നതെങ്കിലും നാഗരികമായ വളർച്ച നമ്മുടെ സമ്പദ് വ്യവസ്ഥയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ മാറ്റങ്ങൾ ഉണ്ടാക്കിയതിന്റെ കൂട്ടത്തിൽ തന്നെ ചെറിയ ചെറിയ ദോഷങ്ങളും ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. അപ്പോൾ ഈ നാഗരികതയുടെ വളർച്ച അതിന്റെ പരിപൂർണതയിലോട്ട് എത്തുന്ന സമയത്താണ് ഒരു വലിയ ചോദ്യം ഉയർന്നത്: നഗരങ്ങളുടെ വളർച്ചയ്ക്ക് ഗ്രാമങ്ങളാണോ സാക്ഷി എന്നുള്ളത്. കാരണം നാഗരിക വളർച്ചയ്ക്ക് പിന്നിൽ ഗ്രാമങ്ങളുടെ തളർച്ച അല്ലെങ്കിൽ മാലിന്യങ്ങൾ പോലെയുള്ള വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോ നമ്മുടെ ഇന്ത്യ മാത്രമല്ല പല രാജ്യങ്ങളിലും ബഹിരാകാശ പര്യവേഷണ ദൗത്യങ്ങളുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോ ശാസ്ത്രലോകത്തിന് മുന്നിൽ ഉയർന്നു വന്ന ഒരു വലിയ ചോദ്യമുണ്ട്: ബഹിരാകാശ പദ്ധതികളുമായി മുന്നോട്ട് പോകുമ്പോൾ ഭൂമിയുടെ വളർച്ച സാധ്യമാവുന്നുണ്ട് എങ്കിലും ഭൂമിയുടെ വളർച്ചയ്ക്ക് ബഹിരാകാശമാണോ സാക്ഷി എന്നൊരു ചോദ്യം അവിടെ ഉടലെടുക്കുന്നുണ്ട്. 6 ദശാബ്ദം നീണ്ടു നിൽക്കുന്ന ബഹിരാകാശ പര്യവേഷണം നമുക്ക് അസുലഭമായ ഒട്ടേറെ മുഹൂർത്തങ്ങൾ സമ്മാനിച്ചിട്ടുണ്ട്, ഒരുപാട് നേട്ടങ്ങൾ സമ്മാനിച്ചിട്ടുണ്ട്, തീർച്ചയായ കാര്യമാണ്. എന്നാൽ അതിലുപരി ദോഷങ്ങളും ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് പ്രത്യേകം എടുത്തു പറയേണ്ട കാര്യമാണ്. അതെ, ഞാൻ പറഞ്ഞു വരുന്നത് ബഹിരാകാശ മാലിന്യങ്ങളെ പറ്റിയാണ്. ബഹിരാകാശത്ത് ദിനം പ്രതി അടിഞ്ഞുകൂടുന്ന മാലിന്യങ്ങളുടെ എണ്ണത്തിന് കയ്യും കണക്കുമില്ലാത്ത ഒരവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഭൂമിയെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് പരിസ്ഥിതി ദിനവും ഒക്കെ ഭൗമദിനവും ഒക്കെ ഒരുപാട് ആചരിക്കുന്ന ആൾക്കാരാണ്. അപ്പൊ നമ്മുടെ ബഹിരാകാശത്തെ കൂടി ഒന്ന് ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമായി വരുന്ന ഒരു കാലഘട്ടത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. കോടികൾ മുടക്കി നമ്മുടെ ആവശ്യത്തിനായിട്ട് ഉപയോഗിക്കുന്ന ബഹിരാകാശ വാഹനങ്ങളും മറ്റും ഇത്തരം ബഹിരാകാശ മാലിന്യങ്ങൾ മുഖേന കേടുവരാൻ സാധ്യമാകുന്ന ഒരു അവസ്ഥാവിശേഷം ഉണ്ടായാൽ എന്ത് ചെയ്യും? നമ്മുടെ രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ തകരാറിലാക്കുന്ന ഒരു വലിയ പ്രശ്നമായി അത് നീണ്ടു നിന്നേക്കാം. അപ്പോ ഇതേപോലുള്ള ബഹിരാകാശ മാലിന്യങ്ങൾ മനസ്സറിഞ്ഞൊന്ന് വിചാരിച്ചാൽ മതി നമ്മുടെ സ്പേസ് എക്സ്പെഡിഷൻ ഒക്കെ നാശമാക്കി മാറ്റാം. അപ്പോ അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണെന്ന് നമ്മൾ തീർച്ചയായും മനസ്സിലാക്കിയിരിക്കേണ്ടത് അത്യാവശ്യമാണ്. വിവിധ രാജ്യങ്ങൾ മത്സര ബുദ്ധിയോടെ സ്പേസ് എക്സ്പെഡിഷനിൽ പങ്കെടുക്കുമ്പോൾ ബഹിരാകാശം തീർച്ചയായും തിരക്കേറിയ ഒരു പാതയായി മാറുമെന്നതിൽ സംശയമൊന്നുമില്ല. 1990കളിൽ തന്നെ ഈ പ്രശ്നം വലിയ ഒരു കോംപ്ലിക്കേഷൻ ആയിട്ട് ഉയർന്നു വന്നതാണ്. അപ്പോൾ അന്നത്തെ കണക്കൊക്കെ അനുസരിച്ച് ലക്ഷക്കണക്കിന് ബഹിരാകാശ വേസ്റ്റ് ഉണ്ട് എന്നാണ് അന്ന് കണക്കാക്കിയിരുന്നത്. എന്നാൽ ഇന്ന് അത് പരിശോധിക്കുമ്പോൾ ലക്ഷങ്ങളിൽ നിന്ന് കോടിയുടെ കണക്കാണ് നമുക്ക് പറയാനുള്ളത്. കോടിക്കണക്കിന് ബഹിരാകാശ മാലിന്യങ്ങളാണ് സ്പേസിൽ ഒഴുകി നടക്കുന്നുണ്ട് എന്ന് കണക്കാക്കപ്പെടുന്നത്. ഇത്തരം ബഹിരാകാശ മാലിന്യങ്ങൾ നമുക്ക് വരുത്തി വെക്കുന്ന നാശനഷ്ടം വളരെ വലുതാണ് എന്ന് പറഞ്ഞല്ലോ. 1-2 ഉദാഹരണങ്ങൾ ഞാൻ പറയാം. 2009 US-ന്റെ ഇറിഡിയം 33 എന്ന് പറയുന്ന ഒരു ഉപഗ്രഹം റഷ്യ പണ്ട് ഉപേക്ഷിച്ചതായിട്ടുള്ള കോസ്മോസ് എന്ന് പറയുന്ന ഒരു ഉപഗ്രഹവുമായി കൂട്ടിയിടിച്ച് വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയിരുന്നു. അതുപോലെ തന്നെ യൂറോപ്യൻ സ്പേസ് ഏജൻസിയുടെ ഒരു ഉപഗ്രഹമായ Sentinel-1A എന്ന് പറയുന്ന ഒരു ഉപഗ്രഹത്തിന്റെ പാതയിലേക്ക് വളരെ പെട്ടെന്ന് തന്നെ എന്തോ ഒരു ബഹിരാകാശ വസ്തു കടന്നു വരികയും അത് ആ ഉപഗ്രഹത്തിൽ ഇടിക്കുകയും സാരമായ കേടുപാടുകൾ ഉണ്ടാവുകയൊക്കെ ചെയ്തു. അപ്പോൾ ഇങ്ങനെയുള്ള പ്രതിസന്ധികളെയൊക്കെ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പ്രതിസന്ധി ഉണ്ടാവുമ്പോൾ സാധാരണ രീതിയിൽ ആ എക്സ്പെഡിഷന്റെ റൂട്ട് മാറ്റിയാണ് നമ്മൾ തൽക്കാലം രക്ഷപ്പെടുന്നത്. ഇത് നമ്മുടെ ഗവേഷണത്തെ സാരമായി ബാധിക്കും, നമ്മുടെ സാമ്പത്തിക വ്യവസ്ഥയെ സാരമായി ബാധിക്കും എന്നുള്ളത് കൊണ്ട് തന്നെ ഈ പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുക വളരെ പ്രയാസമേറിയ കാര്യം തന്നെയാണ്. അപ്പോ ഈ കാരണങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെയാണ് യൂറോപ്യൻ സ്പേസ് ഏജൻസി അതിനുവേണ്ടി കച്ച കെട്ടി ഇറങ്ങാൻ തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോ ഇതിനെപ്പറ്റിയുള്ള ആലോചനകൾ ഇപ്പോഴെങ്കിലും തുടങ്ങിയല്ല, 90കളിലെ തുടങ്ങിയതാണ്. എന്നാലും യൂറോപ്യൻ സ്പേസ് ഏജൻസി ഇതിനു വേണ്ടിയിട്ട് മുന്നിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. ബഹിരാകാശ മാലിന്യങ്ങളെ പിടികൂടി നശിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ആദ്യത്തെ ബഹിരാകാശ ദൗത്യവുമായി യൂറോപ്യൻ സ്പേസ് ഏജൻസി മുന്നോട്ട് വരികയാണ്. സ്വിസ് സ്റ്റാർട്ടപ്പായ ക്ലിയർ സ്പേസും ബ്രിട്ടീഷ് കമ്പനിയായ എലക്നോർ ഡീമോസും ചേർന്നാണ് ഈ ദൗത്യം യാഥാർത്ഥ്യമാക്കി മാറ്റുക. 2025 ഈ വിക്ഷേപണം ആരംഭിക്കാനാണ് യൂറോപ്യൻ സ്പേസ് ഏജൻസി കാൽക്കുലേറ്റ് ചെയ്യുന്നത്. റോബോട്ടിക് സൂയിസൈഡൽ മെഷീൻ എന്നാണ് ഈ പദ്ധതിക്ക് പേരിട്ടിരിക്കുന്നത്. അതായത് അന്തരീക്ഷത്തിൽ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന മാലിന്യങ്ങളെ യന്ത്രക്കൈ ഉപയോഗിച്ച് പിടിച്ചെടുക്കുകയും അത് ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് കൊണ്ടുവന്ന് അതിനെ നശിപ്പിക്കുന്നതിനോടൊപ്പം ഈ എക്സ്പെഡിഷനും സ്വയം നശിക്കുക എന്നുള്ള ഒരു ഐഡിയയാണ് അവർ ഉപയോഗിക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെയാണ് റോബോട്ടിക് സൂയിസൈഡ് മിഷൻ എന്ന് ഈ പദ്ധതിക്ക് അവർ പേരുമിട്ടിരിക്കുന്നത്.
ഏകദേശം 100 ദശലക്ഷം പൗണ്ടാണ് ഇതിന്റെ ചെലവായി അവർ കണക്കാക്കിയിരിക്കുന്നത്. ഇന്ത്യൻ റുപ്പിയിലോട്ട് കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ ഏകദേശം 1000 കോടിക്ക് അടുത്താണ് ഇതിന്റെ ചെലവ് പ്രതീക്ഷിക്കപ്പെടുന്നത്. നിയന്ത്രണം നഷ്ടപ്പെട്ട ബഹിരാകാശ വസ്തുക്കളെ അല്ലെങ്കിൽ വാഹനങ്ങളെ എല്ലാം ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് കൊണ്ടുവന്ന് നശിപ്പിക്കുക എന്നതാണ് ഇതിന്റെ പ്രധാന ലക്ഷ്യമായി പറയപ്പെടുന്നത്. യൂറോപ്യൻ സ്പേസ് ഏജൻസിയിലെ 8 അംഗരാജ്യങ്ങൾ ചേർന്നാണ് ഇതിന്റെ ചെലവ് വഹിക്കുക എന്നാണ് പുതുതായി കിട്ടുന്ന റിപ്പോർട്ട് എന്ന് പറയുന്നത്. ഈ ഒരു മിഷന് വേണ്ടിയിട്ട് ഉപഗ്രഹത്തെ സഹായിക്കുന്ന സാറ്റലൈറ്റിന്റെ പേര് ക്ലോ എന്നാണ് നൽകിയിരിക്കുന്നത്. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ മാലിന്യങ്ങൾ പിടിച്ചെടുക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ആ സാറ്റലൈറ്റിന് ക്ലോ എന്ന് പേര് നൽകിയിരിക്കുന്നത്. എയ്റോസ്പേസും പ്രതിരോധ കമ്പനിയായ എലഗ്നോ ഡേമോസും ചേർന്നാണ് ക്ലിയർ സ്പേസ് 1 എന്ന് പറയുന്ന ഈ ഒരു ദൗത്യത്തിന്റെ ആറ്റിറ്റ്യൂഡും ഓർബിറ്റ് കൺട്രോൾ സിസ്റ്റം എല്ലാം നിർമ്മിക്കുക. സ്പേസിലെ മാലിന്യങ്ങൾ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് പവർ ജനറേറ്ററുകളും ട്രസ്റ്ററുകളും ആന്റിനകളും എല്ലാം ഉപയോഗിക്കുന്നു. മഹാവിസ്ഫോടനത്തിന് ശേഷം 1957 വരെ നമ്മുടെ ബഹിരാകാശം വളരെ ക്ലീൻ ആയിരുന്നു എന്ന് പറയേണ്ടി വരും. അപ്പോ 1957 സ്പുട്നിക് 1 എന്ന് പറയുന്ന ഉപഗ്രഹം വിക്ഷേപിക്കുന്നത്. അതോടുകൂടി ബഹിരാകാശ പദ്ധതികൾക്ക് തുടക്കമാവുകയും പിന്നീട് ലോകം കാണുന്നത് ബഹിരാകാശം വളരെ ബിസി ട്രാഫിക്കിംഗ് ആയിട്ടുള്ള ഒരു ഏരിയയായി മാറുന്നതുമാണ്. എന്നാൽ ഇന്നത്തെ ഒരു അവസ്ഥ എടുത്തു നോക്കുകയാണെങ്കിൽ കാലാവധി കഴിഞ്ഞതോ നിയന്ത്രണം നഷ്ടപ്പെട്ടതോ ആയിട്ടുള്ള 10,000 കണക്കിന് സാറ്റലൈറ്റ് വെഹിക്കിളുകളാണ് അന്തരീക്ഷത്തിൽ അലഞ്ഞ് തിരിഞ്ഞ് അനാഥ പ്രേതം പോലെ നടക്കുന്നതെന്ന് കണക്കാക്കപ്പെട്ടിട്ടുണ്ട്. ഏതാനും സെന്റിമീറ്റർ മുതൽ ഏതാനും മീറ്റർ വരെ വലിപ്പമുള്ള വസ്തുക്കളെയാണ് നമ്മൾ ബഹിരാകാശ മാലിന്യങ്ങളുടെ കൂട്ടത്തിൽ സാധാരണയായിട്ട് ഉൾപ്പെടുത്താറുള്ളത്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ 10,000 കണക്കിന് സാറ്റലൈറ്റ് വെഹിക്കിളുകളും ലക്ഷക്കണക്കിന് വേസ്റ്റുകളുമാണ് ബഹിരാകാശത്ത് അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നതെന്ന് പറയാം. പല വലിപ്പത്തിലും പല രീതിയിലുമുള്ള ബഹിരാകാശ മാലിന്യങ്ങളാണ് ഈ ബഹിരാകാശത്തുള്ളതെന്ന് പ്രത്യേകം അറിയുക. അതായത് ബഹിരാകാശ വാഹനങ്ങളുടെ പാർട്സ് ആകാം, ബഹിരാകാശങ്ങളിൽ ഉപയോഗിക്കുന്ന ക്യാമറയാകാം, അല്ലെങ്കിൽ അതിനകത്ത് എക്സ്പെഡിഷൻ നടത്തുന്ന ബഹിരാകാശ വൈമാനികരുടെ വസ്തുക്കളാകാം, അവരുപയോഗിക്കുന്ന ചെറിയ സ്പൂണുകളോ കപ്പുകളോ കരണ്ടികളോ എന്ത് വേണമെങ്കിലും ആകാം. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് വേസ്റ്റുകളാണ് അന്തരീക്ഷത്തിൽ അല്ലെങ്കിൽ സ്പേസിൽ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നത്. അപ്പോൾ നമ്മൾ ചിന്തിക്കും, ഈ ചെറിയ സ്പൂണുകളോ അല്ലെങ്കിൽ ഈ ചെറിയ കപ്പുകളോ വളരെ സൈസ് കുറഞ്ഞ ഈ വസ്തുക്കൾ ബഹിരാകാശത്ത് അലഞ്ഞു തിരിഞ്ഞ് നടന്നാൽ നമുക്ക് എന്ത് ദോഷമാണ് ഉണ്ടാകുന്നത്? അപ്പോൾ സൈസ് ഡസൻ മാറ്റർ എന്ന് പറയുന്നത് പോലെ അതിന്റെ വലിപ്പം ഒരു ഘടകമല്ല. ഇത് ഉദ്ദേശം പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു 27,000 കിലോമീറ്ററോളം വേഗതയിലാണ് മണിക്കൂറിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇത്രയധികം വേഗതയിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചെറിയ വസ്തുവിന് പോലും നമ്മുടെ സാറ്റലൈറ്റുകളിൽ സാരമായ കേടുപാട് ഉണ്ടാക്കാൻ സാധിക്കുമെന്നുള്ളത് തീർച്ചയായ കാര്യമാണ്. അപ്പോൾ യൂറോപ്യൻ സ്പേസ് ഏജൻസി ഈ മാലിന്യങ്ങൾ സ്വീകരിക്കുന്നതിന് വേണ്ടിയിട്ട് പല മാർഗങ്ങൾ അന്വേഷിച്ച് നോക്കിയിട്ടുണ്ട്. അപ്പോൾ പ്രധാനപ്പെട്ട ചില മാർഗങ്ങൾ എന്ന് പറയുന്നത്, ഒന്ന് പശ പോലുള്ള എന്തെങ്കിലും സ്റ്റിക്കി ആയിട്ടുള്ള വസ്തുക്കൾ ഉപയോഗിച്ച് മാലിന്യങ്ങൾ ശേഖരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ബഹിരാകാശത്തെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അവിടുത്തെ അവസ്ഥ നല്ലതുപോലെ അറിയാം. അതിശൈത്യമാണ് ബഹിരാകാശത്തിലെ കാലാവസ്ഥ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ പശ ഉപയോഗിച്ചുകൊണ്ടുള്ള മാലിന്യങ്ങൾ പിടിച്ചെടുക്കൽ അവിടെ ഏറെക്കുറെ അസാധ്യമാണ് എന്ന് തന്നെ പറയാം. അപ്പോൾ യൂറോപ്യൻ സ്പേസ് ഏജൻസിയുടെ പക്കലുണ്ടായിരുന്ന രണ്ടാമത്തെ ഒരു ഐഡിയ എന്ന് പറയുന്നത് വാക്യൂം ക്ലീനർ, വാക്യൂം കപ്പ് പോലുള്ള എന്തെങ്കിലും വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ട് മാലിന്യങ്ങൾ പിടിച്ചെടുക്കുക എന്നുള്ളതായിരുന്നു. അപ്പൊ അവിടെയും സ്പേസിലെ ആബ്സെൻസ് ഓഫ് എയർ അല്ലെങ്കിൽ അറ്റ്മോസ്ഫിയർ ഇല്ലാത്ത ഒരു അവസ്ഥ അവിടെ വില്ലനായി മാറുകയാണ്. അപ്പോൾ വാക്യൂം ക്ലീനർ പോലെയുള്ള അല്ലെങ്കിൽ വാക്യൂം കപ്പുകൾ പോലെയുള്ള ബദൽ മാർഗങ്ങൾ അവിടെ ഉപയോഗിക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ് സ്പേസിന്റെ പ്രത്യേകത. ഇനി മൂന്നാമതായിട്ട് മറ്റൊരു കാര്യം കൂടി ആലോചിച്ചിട്ടുണ്ടായിരുന്നു. കാന്തം പോലെയുള്ള വസ്തുക്കൾ ഉപയോഗിച്ച് ബഹിരാകാശ മാലിന്യങ്ങളെ പിടിച്ചെടുക്കാമല്ലോ എന്നായിരുന്നു മൂന്നാമത്തെ ഒരു ചിന്ത. അപ്പോ അൺഫോർച്ചുനേറ്റ്ലി ബഹിരാകാശ വസ്തുക്കളിൽ ഒരു 80% വസ്തുക്കളും കാന്തത്താൽ ആകർഷിക്കപ്പെടുന്നവയല്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അതുകൊണ്ട് തന്നെ കാന്തം ഉപയോഗിച്ച് എത്രത്തോളം എഫക്റ്റീവായിട്ട് ഇതിനെല്ലാം ശേഖരിക്കാൻ പറ്റും എന്നുള്ള കാര്യത്തിൽ വളരെയധികം സംശയം നിൽക്കുന്ന കാര്യമാണ്. എന്നാൽ വളരെ കുറച്ച് ശതമാനം ബഹിരാകാശ മാലിന്യങ്ങളെ കാന്തം ഉപയോഗിച്ച് നമുക്ക് ശേഖരിക്കാനും സാധിക്കുമെന്നുള്ളത് ഒരു വാസ്തവികതയാണ്. ഇനി ഇതിനെല്ലാം പുറമെ അതിലും വലിയൊരു വെല്ലുവിളി നേരിടുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബഹിരാകാശത്ത് അലഞ്ഞു തിരിഞ്ഞു നടക്കുന്ന വസ്തുക്കളിൽ ഏകദേശം 22,000-ഓളം മാലിന്യങ്ങളെ മാത്രമേ നമുക്ക് തിരിച്ചറിയാനും കണ്ടെത്താനും സാധിച്ചിട്ടുള്ളൂ. അപ്പോൾ എണ്ണിയാൽ ഒടുങ്ങാത്തത്ര മാലിന്യങ്ങൾ ഇനിയും നമ്മുടെ ശ്രദ്ധയിൽപ്പെടാൻ കണ്ടെത്താനും ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളി എന്ന് പറയുന്നത്. അപ്പോൾ ആധുനിക കാലത്തെ പറ്റി ചിന്തിക്കുകയാണെങ്കിൽ വളരെ രസകരമായ കാഴ്ചയാണ്. ബഹിരാകാശത്തെ പോലും കച്ചവട കണ്ണുമായി നോക്കുന്ന ആൾക്കാരാണ് നമുക്ക് ചുറ്റിനുമുള്ളത്.
അപ്പോൾ പ്രശസ്തനായ ഇലോൺ മസ്ക് പോലെയുള്ള ആൾക്കാരെല്ലാം അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണമായി നമുക്ക് കണക്കാക്കേണ്ട വ്യക്തിത്വങ്ങളാണ്. അപ്പോൾ ഇലോൺ മസ്ക് അല്ലെങ്കിൽ വെർജിൻ ഗ്രൂപ്പ് പോലെയുള്ള ആൾക്കാരെല്ലാം ഇത്തരം ലക്ഷ്യവുമായി നടക്കുന്ന വ്യക്തിത്വങ്ങളാണ്. ബഹിരാകാശത്തെ വാണിജ്യവൽക്കരിക്കുക എന്ന ആഗോള ലക്ഷ്യമാണ് ഇത്തരം ആൾക്കാരുടെ ഇടയിൽ സജീവമായിട്ടുള്ളത്. അപ്പോ ഈ ബഹിരാകാശ പര്യടനം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ബഹിരാകാശ പര്യവേക്ഷണം എന്ന് പറയുന്നത് അത്ര നിസ്സാരമായ കാര്യമൊന്നുമല്ല. നമ്മുടെ ഭൂമിയിലെ ഗുരുത്വാകർഷണ ബലം എന്ന് പറയുന്ന അതിശക്തമായ ഒരു ബലത്തെ അതിജീവിച്ചുകൊണ്ടാണ് ഓരോ സ്പേസ് എക്സ്പെഡിഷനും സാധ്യമാകുന്നത്. അപ്പോ ഈ ഒരു കാരണത്താൽ തന്നെ അവിടെ സംഭവിക്കുന്ന ഒരു ചെറിയ പാളിച്ച പോലും, ഒരു ചെറിയ അശ്രദ്ധ പോലും കോടിക്കണക്കിന് രൂപയുടെ നാശനഷ്ടങ്ങളും അല്ലെങ്കിൽ നമ്മുടെ ബഹിരാകാശ പര്യവേഷണത്തിന് വലിയ കേടുപാടുകളും സംഭവിക്കാൻ കാരണമായി തീരാറുണ്ട്. അപ്പോ ഇത്തരം അശ്രദ്ധ കുറവുകളാണ് ബഹിരാകാശത്ത് അലഞ്ഞു തിരിയുന്നതിന് കാരണമായിട്ടുള്ള ഈ മാലിന്യങ്ങൾ ഉണ്ടാക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചിരിക്കുന്നത്. സോ സ്പേസ് എക്സ്പെഡിഷൻ എന്ന് പറയുന്നത് വളരെ സീരിയസോടുകൂടിയും വളരെ ശ്രദ്ധയോടും കൂടി നടത്തേണ്ട ഒന്നാണെന്ന് പ്രത്യേകം തിരിച്ചറിയേണ്ട കാലഘട്ടം വന്നു ചേർന്നിരിക്കുകയാണ്. ഭാവിയിലെ ബഹിരാകാശ പര്യവേഷണം എന്ന് പറയുന്നത് മനുഷ്യന് ശാസ്ത്രത്തെ അറിയുക അല്ലെങ്കിൽ മനുഷ്യന്റെ ശാസ്ത്ര ത്വര എന്നതിനുമപ്പുറം ശക്തമായ വാണിജ്യ താല്പര്യങ്ങളെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടിയായിരിക്കും ഇനിയുള്ള മനുഷ്യന്റെ മുന്നോട്ടുള്ള യാത്ര എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ രംഗത്ത് ശക്തമായ പല മാറ്റങ്ങളും കൊണ്ടുവരേണ്ടത് അനിവാര്യമായ കാര്യമാണെന്ന് ഞാൻ പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്. ഇനിയുള്ള സ്പേസ് എക്സ്പെഡിഷനുകളെല്ലാം ഈ മാർഗനിർദ്ദേശങ്ങളും മാനദണ്ഡങ്ങളും അനുസരിച്ച് വളരെ ശ്രദ്ധാപൂർവം ചെയ്യുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അതോടൊപ്പം തന്നെ യൂറോപ്യൻ സ്പേസ് ഏജൻസിയുടെ ഈ ഒരു പ്രവർത്തനത്തെ ഈ ഒരു അഭിനന്ദനീയമായ പ്രവർത്തനമാണെന്ന് പ്രത്യേകം എടുത്തു പറയേണ്ടിയിരിക്കുന്നു. ബഹിരാകാശത്ത് അലഞ്ഞു തിരിഞ്ഞു നടക്കുന്ന ഈ വേസ്റ്റുകളെ പിടിച്ചെടുത്ത് നശിപ്പിക്കുന്നതിലൂടെ ബഹിരാകാശത്തെ ക്ലീൻ ആക്കി മാറ്റാനും നമ്മുടെ സ്പേസ് എക്സ്പെഡിഷൻസിനെ കുറച്ചുകൂടെ സേഫ് ആക്കാനും സാധിക്കുമെന്നുള്ള കാര്യം തീർച്ചയാണ്. അപ്പോ ഇന്നത്തെ ഈ എപ്പിസോഡിൽ ഞാൻ പങ്കുവച്ച വിവരം നിങ്ങൾക്ക് ഏവർക്കും ഇഷ്ടപ്പെട്ടു എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. മറ്റ് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സയൻസ് വാർത്തകളും സയൻസ് ലേഖനങ്ങളുമായി നമുക്ക് മറ്റൊരു ദിവസം വീണ്ടും കാണാമെന്ന് വാക്കു നൽകുന്നു. ആൻഡ് ചിൽഡ്രൻ, ദിസ് ഇസ് ലിജു signing off.